ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ ചോദിച്ചു, ഭർത്താവേ, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ മാപ്പ് തരുവോ? ഞാനൊരു സങ്കടം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുമോ? ഞാനൊരു വസ്തുത വെളിപ്പെടുത്തിയാൽ എന്നോട് കോപിക്കുമോ? ഇല്ല, നിന്നോട് അറഫയിൽ വെച്ച് നീ പറയ്, നിനക്കെന്തും ഞാൻ പൊരുത്തപ്പെട്ടു തരാം. നീ എന്റെ പ്രിയപ്പെട്ട സഖിയാണ്, എന്റെ ഭാര്യയാണ്. എനിക്ക് വേണ്ടി ഞാൻ ഗൾഫ് നാടുകളിൽ വരുന്ന ദിനങ്ങളെണ്ണി കാത്തിരുന്നവളെ, പറയൂ, നിന്റെ പാപങ്ങൾക്ക് ഞാൻ മാപ്പു തരാം, നിന്റെ വിഷമങ്ങൾക്ക് ഞാൻ പൊരുത്തം തരാം. നീ ചോദിച്ചോളൂ, നീ ചോദിച്ചോളൂ. അവള് പറഞ്ഞു, കണ്ണുനീരോടെ പറഞ്ഞു, നിങ്ങൾ കെട്ടിച്ചു വിട്ട മോള് നിങ്ങളുടെ മോളല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് കല്യാണം കഴിച്ച പൊന്നുമോൻ അവൻ നിങ്ങളുടെ മകനല്ല. ഇത് കേട്ടപ്പോൾ ആ പ്രിയപ്പെട്ട ഭർത്താവ് അറഫയിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി പടച്ചവന്റെ മുന്നിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. തൽബിയത്ത് ചൊല്ലി തൽബിയത്ത്. അറഫയിലെ മഹാസംഗമത്തിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യ, 60 കഴിഞ്ഞ ഭാര്യ തന്നോട് ആവശ്യപ്പെട്ട വിഷയമേതാണ്? ഈ കാലം അത്രയും ആ പെണ്ണ് പറഞ്ഞില്ല, ഈ കാലം അത്രയും ആ ഭാര്യ പറഞ്ഞില്ല. ഈ കൊച്ചിനെ എത്ര സ്നേഹത്തോടെ അയാളിൽ ആളിച്ചു വളർത്തി, എത്ര കഷ്ടപ്പെട്ടവളെ കെട്ടിച്ചു വിട്ടു, എത്ര സ്നേഹവായ്പോടെ ആ പൊന്നുമോന്റെ കവിൾത്തടങ്ങളിൽ ആ പിതാവ് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. അവള് പറഞ്ഞു, ആ കെട്ടിച്ചു വിട്ട മോള് നിങ്ങളതല്ല, ആ പെണ്ണ് കെട്ടിയ മകൻ നിങ്ങളുടേതല്ല, എനിക്ക് പൊരുത്തം തരുമോ? പാവപ്പെട്ട ഹാജിയാരുടെ കൽബ് സാഗരം പോലെ ദുഃഖാർദ്രമാകുകയാണ്. നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. അറഫയിൽ വച്ചല്ലേ അല്ലാഹു വിളിച്ചിട്ട് അതിഥിയായി വന്നതല്ലേ. നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മാനസിക രോഗിയായി, ഭ്രാന്തനായി, ഒരു തലയ്ക്ക് വെളിവില്ലാത്ത സുഖമില്ലാത്ത മെന്റൽ പ്രോബ്ലം ഉള്ളൊരു മനുഷ്യനായി ആ പാവപ്പെട്ട പ്രവാസി അങ്ങ് മാറിപ്പോയി. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ബാർബർ ഷോപ്പിൽ ചെറിയ കുട്ടിയെയും കൊണ്ടുപോയി. അതാ ബാർബറായ മുടി കട്ട് ചെയ്യുന്നവന്റെ നേരെ അടുത്ത് തൊട്ടുരുമ്മി നിന്നിട്ട് തന്റെ 2, 3, 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അപ്പാച്ചി എന്ന ജൂതന്റെ സ്റ്റൈലും വെടിവെട്ടാൻ വേണ്ടി നീ തൊട്ടും ഒരുമ്മിയും പൊന്നുമോനെ ബാർബർ. ഏതോ തന്റെ മുന്നിൽ നീ നിന്റെ ശരീരം മാംസളമായത് കിന്നാരം പറഞ്ഞ് നീ അല്ലാഹുവിനെ വെല്ലുവിളിക്കുമ്പോൾ നിന്റെ പ്രവാസിയായ ഭർത്താവ് നിന്നെ ഒരു നോക്ക് കാണാൻ, നിന്റെ പൊന്നുമോനെ ഒരു നോക്ക് കണ്ടുകിട്ടാൻ വേണ്ടി അങ്ങകലെ ഏതോ അറേബ്യയുടെ ഉശ്വരമായ തീഷ്ണമായ അതിരൗദ്രമായ മരുപ്പറമ്പുകളിൽ പ്രാർത്ഥനയോടെ കണ്ണീരോടെ കഴിഞ്ഞുകൂടുകയാണ്. നിനക്ക് പൈസ വേണം നാപ്പൂളി നടത്താൻ, തക്കാരം നടത്താൻ, ഗർഭത്തക്കാരം നടത്താൻ, മൈലാഞ്ചി നടത്താൻ, ബർത്ത്ഡേ നടത്താൻ, വെഡിങ് ഡേ നടത്താൻ. നിനക്ക് പണം മാത്രം മതി, നിന്റെ ഭർത്താവിന് വേണ്ടായോ? ഈ ചിന്താഗതി മാറ്റി വെക്കണേ പൊന്നു പെങ്ങളെ. എന്റെ പ്രവാസികളായ ഭർത്താക്കന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം കേട്ടോ. കുറെ ആളുകളുടെ വിചാരം എന്താണ്? ഗൾഫുകാരെന്ന് പറഞ്ഞാൽ അവരൊരേ പൈസ കായ്ക്കുന്ന മരങ്ങളാണെന്നാണ്, പണം വാരാൻ പറ്റിയ യന്ത്രങ്ങളെന്നാണ്, പണമുണ്ടാക്കാൻ പറ്റിയ യന്ത്രങ്ങളെന്നും മെഷീനുകളുമെന്നാണ്.
അല്ലേ? ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഞാനിങ്ങനെ വാപ്പായെ ഗൾഫിൽ വിളിച്ചിട്ട് പറയും, വാപ്പാ എനിക്ക് മോട്ടോർ സൈക്കിൾ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം. ഒരു സുപ്രഭാതത്തിൽ ഞാനങ്ങ് ഗൾഫിൽ പോയി. വാപ്പ നേരത്തെ ഹോട്ടൽ പണിക്കാരനാണ്. വാപ്പാടെ മുന്നിലേക്ക് ഞാനിങ്ങനെ ചെന്നപ്പോ വലിയൊരു പാത്രത്തിനകത്ത് 10-15 കിലോ മൈദമാവിട്ടിട്ട് പെറോട്ട അടിക്കാൻ വേണ്ടി വാപ്പ ഇങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് തീ ഒരു സൈഡിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. വിയർത്തു കുളിച്ചിട്ട് വാപ്പ ഇങ്ങനെ മാവ് കുഴയ്ക്കുകയാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ മാണിക്യം വിളയുന്ന സ്ഥലമാണെന്ന്. വാപ്പ ഞങ്ങളെ ഒരിക്കൽ പോലും വിളിച്ചറിയിച്ചില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണമയക്കുന്നതെന്ന്. ഞാൻ വാപ്പായോട് മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോ വാപ്പ അത് വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ആവശ്യങ്ങൾ വാപ്പായോട് മാസം എനിക്ക് സ്പെഷ്യലായി 5000 അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ വാപ്പ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അറബികളുടെ ക്യാന്റീനുകളിൽ, റെസ്റ്റോറന്റുകളുടെ അകത്തളങ്ങളിൽ ഒരു ഭാഗത്ത് തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കത്തിക്കൊണ്ട് നിൽക്കുന്ന തീയുടെ ചാരത്ത് വലിയ പാത്രങ്ങളിൽ പെറോട്ട അടിക്കാൻ മാവുമായി മല്ലടിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പിതാവിനിക്ക് പൈസ അയച്ചു തരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വാപ്പായെ കണ്ടപ്പോ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. വിയർത്തൊലിച്ചു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പൊരുത്തപ്പെടണേ വാപ്പാ, പൊരുത്തപ്പെടണേ വാപ്പാ. നാട്ടുകാരെ അറിയണം, അറബ് നാടുകൾ സ്വർഗമല്ല. നാട്ടുകാരെ അറിയണം, അറബ് നാടുകൾ സ്വർണമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമല്ല. പണം കായ്ക്കും മരമല്ല, അത്തറിന്റെ മണമില്ല. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരന്റെ മക്കളെ, നീ അടിച്ചു പൊളിച്ച് സ്പൈക്ക് അടിച്ച മുടിയും ജീൻസിന്റെ പാന്റുമിട്ട് നീ നല്ല വില കൂടിയ മുന്തിയ ബൈക്കിൽ ഈ തെരുവിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ, എടാ മോനെ, നിന്റെ വാപ്പ ഗൾഫ് നാട്ടിൽ കിടന്ന് പണം വാരുന്ന, പണം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് ആ വീഴുന്ന പണം ഇങ്ങനെ എടുത്തിട്ട് നിനക്ക് അയച്ചു തരുന്നതല്ല. പ്രവാസിയുടെ ചോര നീരാം കദന ഭൂമി, വേദനകൾ പേറുന്ന വ്യസന ഭൂമി. നാട്ടുകാരെ അറിയണം, അറബ് നാടുകൾ സ്വർഗമല്ല, ഗൾഫു നാടുകൾ സ്വർണമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമില്ല. പ്രവാസിയുടെ ചോര നീരാം കദന ഭൂമി, വേദനകൾ പേറുന്ന വ്യസന ഭൂമി. ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു, ചിലർ രക്ഷ പ്രാപിക്കുന്നു. ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു, ചിലർ രക്ഷ പ്രാപിക്കുന്നു. ചിലർ കണ്ണീർ കയങ്ങളിൽ മുങ്ങി വിങ്ങുന്നു. വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു. വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു. പ്രവാസികളുടെ അവസ്ഥ ഇതാണ്, പ്രവാസികളുടെ പ്രയാസം ഇതാണ്. നിങ്ങളും ഞാനും വിചാരിക്കും പോലെ സുഖിക്കാനല്ല അവർ പോയി കിടക്കുന്നത്. അധ്വാനിക്കാനും കഷ്ടപ്പെടാനും വ്യസനിക്കാനുമാണ്. പുന്നാര നബി പഠിപ്പിച്ചില്ലയോ, അഫ്ളു ദീനാറിൻ യുൻഫിഖുഹു റജുലു ദീനാറു യുൻഫിഖുഹു അലാ ഇയാലിഹി. നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം ഏതാണെന്നറിയാവോ? നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഉമ്മാക്ക്, നിന്റെ വാപ്പാക്ക്, നിന്റെ രക്തബന്ധുക്കൾക്ക് നീ ചെലവഴിക്കുന്ന പണമാണെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കര കാണാ കടലിന്റെ അക്കരെ മരുഭൂവിൽ പിടയുന്നു 1000 ജീവിതങ്ങൾ, പിടയുന്നു 1000 ജീവിതങ്ങൾ. അല്ലാഹു നമുക്ക് പ്രവാസികളുടെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു